ഹലോ ഗായ്സ്, അപ്പോൾ സോളോ ട്രാവൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ബാംഗ്ലൂരിൽ പോയിക്കൊണ്ടിരിക്കട്ടെ. നമ്മുടെ ഓഫീസിൻ്റെ വഴിക്കാണ് നമ്മൾ പോകുന്നത്. ബേസിൽ നിന്ന് നമ്മൾ ചെറിയ സാധനം വാങ്ങാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സോ നമ്മുടെ ഇന്നത്തെ കാലാവസ്ഥയായിട്ട് കാണുന്നത് ഫുള്ള് മഞ്ഞായി തുടങ്ങി. ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആട്ടോ കാണാനായിട്ട്. അപ്പോൾ ഗായ്സ് നമുക്ക് ഫുള്ള് ഈ ചെടിയൊക്കെ ഉണ്ടോ, അതിൻ്റെ മുകളിൽ ഫുള്ള് മഞ്ഞ് വീണ് കിടന്ന് എത്ര നല്ല മനോഹരമായിട്ടാണെന്ന് നോക്കിയാൽ. ഇനിയും ഇതേമാതിരി പുതിയ പുതിയ മനോഹരമായ കാഴ്ചകൾ കാണാൻ പോകുന്നുള്ളൂ കേട്ടോ. അടിപൊളിയായിട്ട് കാണാനായിട്ട്. അപ്പോൾ നോക്കിയാൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ബാംഗ്ലൂരിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഇതിവിടുത്തെ പെട്രോൾ പമ്പ്. നമ്മൾ ബാംഗ്ലൂരിൽ നമ്മൾ ലോക്കൽ വഴിക്കൂടെയാണ് പോകുന്നത് നമ്മളിവിടുത്തെ. ഇത് കഴിഞ്ഞ് നമ്മൾ പോകുന്നതാണ്. ഇതൊരു സിറ്റിയാണ്. ഇതിൻ്റെ അപ്പുറത്തുള്ളത് നമ്മുടെ സിംസ്തേരിയാണ് കേട്ടോ. ഇവിടുത്തെ സിംസ്തേരിയാണ് കേട്ടോ ഇവിടെ ഈ കാണുന്നത് കേട്ടോ. ഇവിടുത്തെ സിംസ്തേരിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിമനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഗായ്സ്. അപ്പം മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇത്. വേറെ ഒരിക്കലും കാണാൻ പറ്റില്ല. കാരണം ഇത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ വീഡിയോസുകളിലും അതേപോലെ തന്നെ നമ്മുടെ ബുക്കുകളിലൊക്കെ ആയിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവും. നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ മറ്റു ബുക്കുകളുടെ പുറകിലോ ഒക്കെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാണണമെങ്കിൽ നമ്മൾ പോകണമെങ്കിൽ നമ്മൾ യാത്ര ചെയ്യണം. ഇതേമാതിരി യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുള്ളൂ കേട്ടോ. എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ ഇവിടുത്തെ കാലാവസ്ഥ. ഇപ്പോൾ ഇനി ഇത് കുറച്ചും കൂടിയും ഒന്നുകൂടിയും കനത്ത് ഇപ്പോൾ റോഡിലേക്ക് വരാൻ വരും കേട്ടോ. ഇതിപ്പോൾ വെറും ചെടികളിൽ മാത്രമായിട്ടുള്ള ചെടികളിലും ബിൽഡിങ്ങിനും മുകളൊക്കെ കുറേശ്ശെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ ഇനി കൂടുതലും ഇനി വരാൻ പോകുന്നുള്ളൂ കേട്ടോ. അടിപൊളിയാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മളിത് ഇങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പോയ കാര്യങ്ങൾ ക്ലിയർ ആക്കി വന്നു. ഇപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സൂപ്പറായിട്ടോ. കാഴ്ചകളൊക്കെ കാണാനായിട്ട് എന്നാന്ന് നോക്കിയാൽ കിണ്ണം കാഴ്ച യാത്രയാണ്. നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ എറണാകുളംകാരെ നമ്മുടെ ചെങ്ങായാണ് കേട്ടോ. ചെങ്ങായി നിങ്ങളുടെ പേരെന്നാ പറഞ്ഞത്? ജീവൻ ആട്ടോ നമ്മുടെ കൂടെയുള്ള. അപ്പോൾ പുതിയ ആളാണ് നമ്മുടെ. അപ്പോൾ നമ്മൾ കാര്യങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ റോഡും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ. ഇത് ഇവിടുത്തെ പള്ളിയാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ പള്ളി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇവിടെ ഹോൺ അടിക്കരുത്. ഓ ഗൈസ്, അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഒരു ഹോൺ അടി കേട്ടു. യൂറോപ്പിൽ ഒരു കാരണവശാലും നിങ്ങൾ ഹോൺ അടിക്കാൻ പാടില്ല. യൂറോപ്പിലുള്ളവരാണെങ്കിൽ നാട്ടിലുള്ളവർക്കും ഞാനൊരു കാര്യം പറഞ്ഞു തരാനാണ്. ഇൻഫോർമേഷനാണത്. അത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് സ്വീകരിക്കുക. കാരണം യൂറോപ്പിൽ ഒരു കാരണവശാലും ഹോൺ അടിക്കരുത്. ഹോൺ അടിച്ചു കഴിഞ്ഞാൽ അത് അവർ നമ്മളെ ചീത്ത പറയുകയാണ്. ഓക്കെ, ചീത്ത പറയാണ് ഹോൺ അടി എന്നുള്ള സംഭവം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ അത്രയും കെയർഫുള്ളാണ് ഈ ഒരു കാര്യത്തിൽ. ഗൈസ് നോക്കൂ, എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലല്ല, ഫസ്റ്റ് സെക്കൻഡ് നേരെ പോട്ടെ. റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടാം കേട്ടോ. ഓക്കെ, സോ നോക്കൂ എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ ഇവിടുത്തെ കാലാവസ്ഥ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കും കേട്ടോ. പിന്നെ ഒരവസ്ഥ നോക്കിയാൽ കാണാനായിട്ട് ഇനിയും കാണാൻ കിടക്കുന്നുള്ളൂ. കാരണം ഇത് വെറും ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്. പല സ്ഥലങ്ങളിലും പല കൺട്രീസുകളിലും ഇപ്പോൾ ജർമ്മനി, ഓസ്ട്രിയ, ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളിലും ഒരുമിച്ച് ഇതേമാതിരി മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ മഞ്ഞ് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. പക്ഷേ ഇത്രയും നല്ല മനോഹരമാണ്. ഇനിയും പുതിയ പുതിയ കാഴ്ചകൾ ഇനിയും കാണാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് തിരിച്ച്.